പ്രിയപ്പെട്ട നാട്ടുകാരെ, മൺട്രോത്തുരുത്തിൻ്റെ ഏറ്റവും പ്രത്യേക ഒരു ആവശ്യം തന്നെയാണ് ഈ ഒരു ജങ്കർ. കാരണം പാലം ഒരു വർഷത്തിനുള്ളിലാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ്ട് 25 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് കൊല്ലത്തൊക്കെ ആളുകൾ ഇവിടുന്ന് പോകുന്നത്. വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പനയം പഞ്ചായത്ത് ഈ ഒരു ജങ്കാർ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഒപ്പിച്ച് തന്നതിന് ഈ ഒരു പഞ്ചായത്തിൻ്റെ പേരിലും ഈ ഒരു നാട്ടുകാരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരുപക്ഷെ മൺട്രോത്തുരുത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ, പ്രത്യേക യാത്രാമാർഗത്തിലൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ വളരെ ഇനിഷ്യേറ്റീവായി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ രാജശേഖരൻ, പഞ്ചായത്ത് സെക്രട്ടറി അൻദർശൻ ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ വളരെ ആത്മാർത്ഥമായി, നമുക്കറിയാം എത്രയോ ദിവസം അവരുടെ അധ്വാനമാണ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. പനയം പഞ്ചായത്തിനെക്കാട്ടി കൂടുതൽ ബെനിഫിഷ്യറീസ് മൺട്രോത്തുരുത്തിലാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അതിനുവേണ്ടി പരിശ്രമിക്കാനെടുത്ത ആ മനസ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. ഭൂമിശാസ്ത്രപരമായ ജലം വേർതിരിക്കുന്നെങ്കിലും മാനസികമായ ഒരു ഐക്യം രണ്ട് ഗ്രാമങ്ങൾക്ക് തമ്മിൽ പണ്ടുതൊട്ടേ ഉള്ളതാണ്. തീർച്ചയായിട്ടും തന്നെ ഒരുപക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു പനയം പഞ്ചായത്തിൻ്റെ സർവേയിലാണെന്ന് തോന്നുന്നു, വില്ലേജ് സർവേ നോക്കുന്നുണ്ട്. ആ ഒരു ഐക്യം രൂപപ്പെട്ടതിന് തീർച്ചയായിട്ടും മൺട്രോത്തുരുത്തിന് വേണ്ടി ഈ എടുത്ത പ്രയത്നത്തിനും ഈ ജങ്കാർ സർവീസ് പുനരാരംഭിക്കുന്നതിന് വേണ്ടി എടുത്ത എല്ലാ ശ്രമങ്ങൾക്കും മൺട്രോത്തുരുത്തിൻ്റെ ഒരു വാക്കുകൾ കൊണ്ട് തീർക്കാവുന്ന അല്ലെങ്കിൽ പോലും വാക്കുകൾ കൊണ്ട് ആ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. മൺട്രോത്തുരുത്തിൻ്റെ എല്ലാമായ നന്ദിയും പനയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട് മൺട്രോത്തുരുത്ത് ഗ്രാമത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കുന്നു. കാരണം മൺട്രോത്തുരുത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് കളക്ടർ ചർച്ച നടത്തിയിട്ട് അത് തുടങ്ങാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രത്യേക രാഷ്ട്രീയ മുതലെടുപ്പുകളൊക്കെ നടത്താൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിലൊന്നും യാതൊരു കാര്യമില്ല. ഞങ്ങൾ ഐക്യകണ്ഠേനയാണ് പനയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചത്. പനയം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കൂടിയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഒരുപോലെ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും പനയത്ത് അങ്ങനെ തന്നെയാണ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിജയം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെതാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ആ ഒരു പാലം പണി എത്രയും പെട്ടെന്ന് തീരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, അതുപോലെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സമയം വരെയും ഈ ജങ്കാർ സർവീസ് നടക്കുന്നതിനും അതുപോലെ തന്നെ തുടർന്ന് തൊട്ടപ്പുറത്ത് നമ്മുടെ കല്ലട ആറുമായി ബന്ധപ്പെട്ട കടവിലും ഒരു ജങ്കാർ സർവീസ് കൂടി ആരംഭിച്ചാൽ ഇത് വളരെ സുഗമമായിട്ട് പഴയതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനുകൂടി നമുക്ക് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം നടത്തണം. പോയിട്ട് വരുമോ? പോയിട്ട് വരുമോ? ആ ഞങ്ങളുടെ
ഇപ്പോൾ നമ്മുടെ സാബ് എം.എ. ബേബി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ കുണ്ടറയുടെ MLA ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ജങ്കാർ സർവീസ് ആരംഭിച്ചത്. അത് വളരെ സുഗമമായി നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ അടുത്ത കഴിഞ്ഞ ആണ്ട് ഒരു വർഷത്തോളമായില്ലേ, ഒരു വർഷത്തിൽ കൂടുതലായി ആ ജങ്കാർ ഇപ്പോൾ മൺറോത്തുരുത്തിൽ അധികാരത്തിലിരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെട്ടത് മാത്രമല്ല, ഇവിടെ കിടന്ന ജങ്കാർ അവർ മോട്ടിച്ചുകൊണ്ട് പോകുന്ന കണക്ക് എഗ്രിമെൻറ്റ് പുതുക്കി നിശ്ചയിക്കാഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയത്. ഇന്ന് ഒരു കാരണവശാലും ഈ ജങ്കാർ തുടങ്ങേണ്ടുന്ന ആവശ്യം പനയം പഞ്ചായത്തിലില്ല. തിരിച്ച് മൺറോത്തുരുത്തുകാർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത്. മൺറോത്തുരുത്ത് പടിഞ്ഞാറേക്കരുടെ കിഴക്കേക്കരുടെ ഭാഗത്തുള്ളവർക്കാണ്. കൊല്ലത്ത് വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിയും. ഇപ്പോൾ തന്നെ എനിക്ക് വാഹനമുള്ളതാണ്. ഞാനൊരു വാഹനത്തിൽ കുണ്ടറ വഴി സഞ്ചരിക്കാതെ 1.5-2 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത് കൊല്ലത്തെത്താൻ. ഇതാകുമ്പോൾ അരമണിക്കൂർ കൊണ്ട് നമുക്ക് സുഖമായിട്ട് കൊല്ലത്തെത്താൻ കഴിയും. അങ്ങനെ പനയം പഞ്ചായത്ത് നമ്മളോടുള്ള സ്നേഹവും നമ്മുടെ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു താല്പര്യവും പ്രകടിപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ CPMൻ്റെ നേതൃത്വം ഇടപെട്ട് പനയം പഞ്ചായത്തിലെ പ്രസിഡന്റിനെയും മറ്റുള്ളവരെയും കണ്ട് സംസാരിച്ചു. അങ്ങനെ ഇടപെട്ടാണ് ഈ ജങ്കാർ സർവീസ് ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നിവിടെ അതിൻ്റെ ഒരു ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൊല്ലം MLA മുകേഷ് നടത്തി കഴിഞ്ഞിരിക്കുന്നു.